കോവിഡ് കാലം മുതലെടുത്ത് ജില്ലയിൽ ഓൺലൈൻ വായ്പാ തട്ടിപ്പ് സജീവമാവുന്നു. 10,000 രൂപ വായ്പയെടുത്ത എടവണ്ണ ഒതായി സ്വദേശി സുബിതയ്ക്ക് തട്ടിപ്പ് സംഘത്തിന്റെ ഭീഷണിയിൽ തിരിച്ചടക്കേണ്ടി വന്നത് 1.5 ലക്ഷം രൂപയാണ്. ക്യാൻസർ ചികിത്സയിൽ കഴിയുമ്പോഴാണ് എടവണ്ണ ഒതായി സ്വദേശി സുബിത ഓൺലൈൻ ആപ്പ് വഴി 10,000 രൂപ വായ്പയെടുത്തത്. തട്ടിപ്പ് സംഘത്തിന്റെ ഭീഷണിയെ തുടർന്ന് ഇതുവരെ 2 മാസം കൊണ്ട് 1,40,000 രൂപ തിരിച്ചടച്ചു. തട്ടിപ്പ് സംഘത്തിന്റെ ഭീഷണിയിൽ ഭയന്നാണ് ചികിത്സയ്ക്കായി നാട്ടുകാർ സ്വരൂപിച്ച പണവും ബന്ധുക്കളുടെയും സുഹൃത്തുക്കളുടെയും ആഭരണങ്ങൾ പണയം വെച്ച തുകയുമെല്ലാം ചേർത്ത് പണമടച്ചത്. തന്റെ ഫോണിലുള്ള മുഴുവൻ വിവരങ്ങളും തട്ടിപ്പ് സംഘത്തിന് ലഭിച്ചതായും സുബിത പറയുന്നു. കൊറോണ സമയത്ത് ഒരു അത്യാവശ്യ ഘട്ടം വന്ന സമയത്താണ് ഞാൻ ഈ ഓൺലൈൻ ആപ്പിനെ കുറിച്ച് അറിയുന്നതും അതിനെ ആശ്രയിക്കേണ്ടി വന്നതും. ഒരു 4,000 രൂപ എടുത്തതിന് 2,800 മാത്രമേ നമുക്ക് ക്രെഡിറ്റ് ആവുന്നുള്ളൂ. 10,000 രൂപയായിരുന്നു എനിക്ക് അത്യാവശ്യം. അങ്ങനെ 4 ആപ്പുകളിൽ നിന്നാണ് ഞാൻ ഈ 10,000 രൂപ എടുത്തിട്ടുള്ളത്. ഒരാഴ്ച 7 ദിവസമൊക്കെയാണ് അതിൻ്റെ കാലാവധി ഉള്ളത്. അങ്ങനെ 7-ാം ദിവസം അത് ചെയ്തിട്ടില്ലെങ്കിൽ, തിരിച്ചടച്ചിട്ടില്ലെങ്കിൽ അവർ ഹറാസ് ചെയ്യും. നല്ലതുപോലെ ഹറാസ് ചെയ്യും. വിളിച്ചിട്ടും നമ്മുടെ കോൺടാക്റ്റ് ഹാക്ക് ചെയ്തിട്ട് കോൺടാക്റ്റിലുള്ളവർക്കൊക്കെ മെസ്സേജ് ചെയ്തിട്ടും അവർക്ക് നമ്മുടെ ആധാറും പാൻ കാർഡും നമ്മുടെ സെൽഫി ഫോട്ടോ ഒക്കെ എടുത്ത് അയച്ച് അങ്ങനെയൊക്കെ ഹറാസ് ചെയ്യും. നമ്മുടെ ഗ്യാലറിയിൽ നിന്ന് ഫോട്ടോ എടുത്ത് അതിൻ്റെ അകത്ത് ഫ്രോഡ് എന്നൊക്കെ പറഞ്ഞിട്ട് എഴുതി എഡിറ്റ് ചെയ്തിട്ട് അതൊക്കെ എല്ലാവർക്കും അയച്ചു കൊടുക്കും. ഓരോരുത്തർക്ക് അയച്ചു കൊടുക്കുമ്പോൾ അവരോട് പറയുന്നത് നിങ്ങളുടെ റെഫറൽ നമ്പർ വെച്ചിട്ടാണ് എടുത്തിട്ടുള്ളത്, അങ്ങനെയൊക്കെ പറഞ്ഞിട്ടാണ് അവർക്ക് നിങ്ങളത് തിരിച്ചടയ്ക്കണം അല്ലെങ്കിൽ എന്ന് പറഞ്ഞിട്ടാണ് അവർ വിളിച്ച് പറയുന്നതൊക്കെ. അങ്ങനെ ഹറാസ് ചെയ്യും. പിന്നെ കോൺടാക്റ്റിലുള്ളവരെ വെച്ച് ഗ്രൂപ്പ് ഉണ്ടാക്കും. അതുപോലെ തന്നെ നമ്മുടെ കോൺടാക്റ്റിലുള്ളവരെ വെച്ചിട്ട് കോൺഫറൻസ് ഇട്ട് വിളിക്കുന്നവരുണ്ട്. സൈബർ സെല്ലിലൊക്കെ കംപ്ലയിൻറ്റ് ചെയ്ത് ഹറാസ്മെൻറ്റ് കുറച്ച് പിന്നെ 2 ആഴ്ചത്തേക്ക് കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെയും അതേപോലെ ഹറാസ്മെൻറ്റ് തുടങ്ങി. ഇപ്പോൾ ഫോൺ നമ്പറെല്ലാം മാറ്റി. എന്നിട്ടാണ് ഒരു സമാധാനമായത്. അന്ന് ഉപയോഗിച്ചിരുന്ന വാട്സപ്പ് നമ്പറൊക്കെ ഡീആക്ടിവേറ്റ് ചെയ്തിട്ടാണ് പിന്നെ ഒരു സമാധാനം ഉണ്ടായത്. അടുത്ത് ഞാൻ കംപ്ലയിൻറ്റ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ എനിക്ക് ചുറ്റും ഇനി ആരെങ്കിലും അങ്ങനെ അനുഭവിച്ചിട്ട് മിണ്ടാതിരിക്കുന്നുണ്ടെങ്കിൽ അവരെയും പുറത്ത് വരണം. ആരായാലും പുറത്ത് വന്ന് സംസാരിക്കണം. ഇതൊരു തട്ടിപ്പാണെന്നുള്ള എല്ലാവർക്കും അറിഞ്ഞു കാണുമല്ലോ. അതുകൊണ്ട് അങ്ങനെ അനുഭവിക്കുന്നുണ്ടെങ്കിൽ എന്തായാലും പുറത്ത് വരണം. പിന്നെ എൻ്റെ നമ്പറിൽ ഉള്ളവർക്ക് അറിയാൻ വേണ്ടിയിട്ടും കൂടിയാണ് ഞാനിതിനായിട്ട് മുന്നോട്ട് വന്നിട്ടുള്ളത്. താൻ തട്ടിപ്പുകാരിയാണെന്ന രീതിയിൽ സ്വന്തം ചിത്രം സഹിതം ഫോണിലുള്ള കോൺടാക്റ്റ് ലിസ്റ്റിലേക്ക് തട്ടിപ്പ് സംഘം മെസ്സേജുകൾ അയച്ചു. സംഘത്തിന്റെ ഭീഷണി ഭയന്ന് ഫോണും ഫോൺ നമ്പറും മാറ്റേണ്ടി വന്നതായും സുബിത പറയുന്നു. 4 ഓൺലൈൻ വഴിയാണ് 10,000 രൂപ വായ്പ എടുത്തത്. ഒരു ആപ്പിൽ നിന്ന് 4,000 രൂപ വായ്പ എടുത്താൽ 2,800 രൂപ മാത്രമാണ് കയ്യിൽ കിട്ടുക. 7 ദിവസത്തിനുള്ളിൽ 4,000 രൂപ തിരിച്ചടയ്ക്കണം. ഇങ്ങനെ തിരിച്ചടയ്ക്കാൻ പറ്റാതെ വന്നതോടെയാണ് സംഘം ഭീഷണി തുടങ്ങിയത്. നട്ടെല്ലിലും ശ്വാസകോശത്തിലും ക്യാൻസർ ബാധിച്ച സുബിത വാടക വീട്ടിലാണ് താമസിക്കുന്നത്. ഭർത്താവായ പ്രജീഷിന് പെയിന്റിംഗ് ജോലിയാണ്. എടവണ്ണ പോലീസ് സ്റ്റേഷനിലും ജില്ലാ പോലീസ് മേധാവിക്കും പരാതി നൽകിയിരിക്കുകയാണ് സുബിത. ന്യൂസ് ബ്യൂറോ, മലപ്പുറം.